ഡോക്ടർ മൈഥിലിക്ക് ഇതിനേക്കാളും ചേരുന്ന ഒരു ജോഡി കിട്ടാനില്ല. അല്ല, ഇനി അകത്തേക്ക് പോവാലോ അല്ലേ? കുടുംബ വിഷയത്തിൽ അത്യാവശ്യം തലയിടാലോ അല്ലേ? ഹോ, അനുവാദം കിട്ടി. ഓക്കെ സർ, ഞാൻ ഇതുപോലുള്ള സർപ്രൈസുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറിക്കോളാം. എവിടെ നിങ്ങളുടെ മാഡം? അതെ, യു ആർ ടു ഗുഡ്. വാ. അതെ, മാഡം കിടക്കുക, ഞാൻ പോയി വിളിക്കാം. എന്തിന്? ഞാൻ വിളിക്കാം. ഉമ്മറത്തൊരാൾ ഞെട്ടിത്തരിച്ച് നിപ്പുണ്ട്. മിസ്റ്റർ സാരംഗ്, ഞാനത് ഞെട്ടിച്ചു. അല്ല, ഇതെന്താ ഈ നേരത്തൊരു മയക്കം? ഒരു ചെറിയ തലവേദന, അറിയാതെ ചാരിയിരുന്ന് അങ്ങ് മയങ്ങിപ്പോയി. തലവേദന ഒന്നും കാണില്ല. ഈ ജോലി ഭാരം കൂടുതലുള്ളപ്പോ ഇതൊരു ട്രിക്കാ. തലവേദനയാണ്, കുറച്ചു നേരം കിടക്കട്ടെ, അതല്ലേ? അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്ത് കുഴപ്പം വരാനാ? അത് പറഞ്ഞ ആ പൊട്ടന് മനസ്സിലാവണ്ടേ? ആർക്ക്? ആ അരുണിന്. ചേച്ചിക്ക് എന്തോ വലിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുഖവും കയറ്റി പിടിച്ചോണ്ടിരിക്കുക. ഹോസ്പിറ്റലിന്റെ കാര്യത്തില് ഞാൻ ഇത്തിരി ഷാർപ്പാവുമ്പോ എപ്പോഴും ഉള്ളതാ അവന്. നീ ഇരിക്കെ എന്ന് കരുതി ഇനി മുതൽ എല്ലാ കാര്യത്തിലും കൂളായിട്ട് പെരുമാറാൻ നിൽക്കണ്ട കേട്ടോ. ഏതെങ്കിലും ഒരു വീഴ്ച വന്നാല് കണ്ണു പൊട്ടുന്ന പോലെ ചീത്ത പറഞ്ഞോളാം. നന്നാക്കി എടുത്തില്ലെങ്കിലേ എനിക്കാ നഷ്ടം. ഞാൻ കൊണ്ടു നടക്കേണ്ട മുതലാണേ. ആ പിന്നെ അച്ഛൻ വന്നു, രാവിലെ ലാൻഡ് ചെയ്തു. ഇത്തവണ അച്ഛന്റെ മുന്നിൽ അരുണിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒരു ചടങ്ങല്ലേ. അതുകൊണ്ട് വൈകുന്നേരം ഡിന്നർ അവിടെ നിന്നാക്കാം. അയ്യോ, എനിക്ക് പറ്റില്ല. ഹോസ്പിറ്റലിൽ ഞാൻ പൊളിക്കും. മര്യാദയ്ക്ക് വൈകുന്നേരം അങ്ങോട്ട് വന്നോളാം. ഞാൻ ഇവിടുന്ന് നേരെ ഫാദറിന്റെ അടുത്തേക്കാ പോകുന്നത്. ഫാദറിനെയും കൂടി വിളിക്കണം. എന്നിട്ടേ നിഷ്കളങ്കമായി ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഫാദറും ചേച്ചിയും കൂടി കാര്യങ്ങൾ അച്ഛനോട് അങ്ങ് പറഞ്ഞ് ധരിപ്പിച്ചാ മതി. എന്നാ പിന്നെ വേറെ ദിവസമാവട്ടെ, ഇന്ന് ഞാൻ ഫ്രീ ആവില്ല. ബെസ്റ്റ്. ദേ, ഇങ്ങനൊരു ചേച്ചിയുണ്ട്, എനിക്കിനി ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞ് നല്ല ധൈര്യത്തിൽ നടക്കാൻ ഞാൻ. കളിക്കല്ലേ? വൈകുന്നേരം കൃത്യമായിട്ട് അങ്ങ് എത്തിക്കൊള്ളണം. പറ. അത് എത്തിക്കൊള്ളാന്ന് പറ. എത്തിക്കോളാം. താങ്ക് യു. എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. ശരിക്കും ഇല്ല കുട്ടി. അപ്പൊ വൈകുന്നേരം 8 മണി ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ നിർണായക സമയം. ഒന്ന് തയ്യാറെടുത്തൊക്കെ വന്നേക്കണേ. സ്നേഹമോളെ, അച്ഛൻ വന്നോ മോളെ? അച്ഛൻ എന്നെ പറ്റിച്ചു ഫാദർ. ഞാൻ വലിയ കാര്യമായിട്ട് എയർപോർട്ടിൽ പോകാൻ ഇറങ്ങിയിട്ട് അച്ഛൻ കോളിംഗ് ബെൽ അടിച്ച് കയറി വന്നു. അത് കൊള്ളാലോ. ഫാദറിന്റെ പുത്രൻ എന്തേ? തന്ത്രികൾ പൊട്ടിയ തമ്പുരു അകത്തിരിപ്പുണ്ട്. ഫാദർ ഒന്ന് വന്നേ. അല്ല കുഞ്ഞ്, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോകാൻ ഇറങ്ങിയതാ. ഈ അത്യാവശ്യം കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. വരാ പറഞ്ഞില്ലേ? അല്ലേ ചേടാ, ഇവിടെ വരുന്നവരൊക്കെ എന്നെ കയറി അങ്ങ് ഭരിക്കുവാണല്ലോ. ഹലോ, എന്തോന്നാ നീ എന്താ അച്ഛന്റെ കാര്യമൊന്നും ചോദിക്കാത്തെ? താനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വന്നിറങ്ങിയപ്പോ ഫാദറിനെ കണ്ടു. അച്ഛൻ വന്നോ മോളേന്ന് സ്നേഹത്തോട് ചോദിച്ചു. അതാ മനുഷ്യത്വം. എനിക്ക് അല്പം മനുഷ്യത്വം കുറവാ. എടോ മിസ്റ്റർ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാനിപ്പോ എവിടുന്നാ വരുന്നതെന്നറിയോ? മൈഥിലി മാഡത്തിന്റെ വീട്ടിൽ നിന്ന്. ഞാനവിടെ കുറേ സമയം ഉണ്ടായിരുന്നു. മൈഥിലി മാഡമായിട്ട് സംസാരിച്ചിരുന്നു. ആ വീട്ടിലെ ഒരു പ്രോബ്ലം ഇല്ല. മൈഥിലി മാമിന് ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഇയാൾ ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കേണ്ട ആവശ്യം എന്താ? ഒന്നുമില്ലാന്ന് മാം പറഞ്ഞോ? പിന്നെ പറയാതെ. അച്ഛൻ വന്നത് പ്രമാണിച്ച് ഞാൻ വീട്ടിലൊരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മാമിനെ ക്ഷണിച്ചു. മാം സന്തോഷത്തോടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ തെളിവ് ഹാജരാക്കാൻ എന്റെ അടുത്തില്ല. അപ്പോ പിന്നെ എനിക്ക് വെറുതെ തോന്നിയതാണോ? എടാ, അത് നിനക്ക് സ്ഥിരമുള്ള കുഴപ്പാ. ഒരാള് വെറുതെ ഇരിക്കുന്നത് കണ്ട എന്താ വെറുതെ ഇരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറ, ഞാനത് പരിഹരിക്കാന്നൊക്കെ പറഞ്ഞു അയാളുടെ അണ്ണാക്കിലിട്ട് മാന്തിക്കൊണ്ടിരിക്കും. ദേഷ്യം വന്നപ്പോ മൈഥിലി എന്തെങ്കിലും പറഞ്ഞു കാണും, അത്രേ ഉള്ളൂ. അപ്പൊ അതങ്ങ് വിട്ടുകളാ.
വൈകുന്നേരം എപ്പോഴാ രണ്ടാളും അങ്ങോട്ടേക്ക് എത്തുന്നത്? ഏയ് എനിക്ക് ഡ്യൂട്ടിയുണ്ട്. ആയിക്കോട്ടെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മാമിന്റെ ഒപ്പം അങ്ങോട്ട് ഇറങ്ങിയാ മതി. ഫാദർ നേരത്തെ എത്തില്ലേ? അയ്യോ മോളെ, പണി പറ്റിച്ചല്ലോ. എനിക്ക് ഇന്നൊരു ഭവന സന്ദർശനമുണ്ട്. അത് വിളിച്ച് മാറ്റി വെച്ചേക്ക്. ഏയ്, അത് മാറ്റി വെക്കാൻ പറ്റില്ല. ഡേ ഫാദർ, ഞാൻ ആദ്യമായിട്ട് വീട്ടിലേക്ക് വിളിച്ചതാ. അതും അച്ഛൻ വന്നിട്ട്. എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കിയിട്ട് വന്നേ. എന്റെ കുഞ്ഞെ, ഒരാൾക്ക് അന്ത്യകൂദാശ കൊടുക്കാനുള്ള കാര്യ. അത് മാറ്റിവെച്ചാൽ കർത്താവ് പൊറുക്കില്ല. ഞാൻ ഫാദറും മാമും ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്റെ കാര്യം ഈസി ആയിട്ട് അച്ഛന് മുന്നിൽ പ്രസന്റ് ചെയ്യാന്ന് കരുതിയതാ. അതിനെന്താ, ഞാൻ പിന്നെ സൗകര്യം പോലെ ഒരു ദിവസം അങ്ങോട്ട് വന്നോളാം. തൽക്കാലം മൈഥിലി പ്രസന്റ് ചെയ്യട്ടെ. അയ്യോ, മൈഥിലി മാമിനോട് പറയണോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? തന്റെ വീട്ടിലേക്കല്ലേ, അച്ഛനെ കാണാനല്ലേ. എന്ത് പ്രശ്നം അല്ലേ ഫാദർ? കണ്ടോ, മൈഥിലിയുടെ കുടുംബത്തിന് ഒരു പ്രശ്നമില്ല എന്ന് അറിഞ്ഞപ്പോ അവന് പിന്നെ ഈ ലോകത്ത് തന്നെ ഒരു പ്രശ്നമില്ല. ഫാദർ, ഇന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും കാര്യം അവതരിപ്പിക്കാം. പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ ഫാദർ തന്നെ വരണം. ഞാൻ വന്നിരിക്കും കുഞ്ഞെ, എന്റെ മോന്റെ കാര്യമല്ലേ. ഇവനെ കൊണ്ട് നിന്നെ കെട്ടിച്ചിട്ട് വേണം എനിക്ക് കൈയും കാലും വീശിയൊന്നും നടക്കാൻ, അല്ലേടാ? അതെന്താ? ഇപ്പൊ എനിക്ക് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? ഇവന്റെ സങ്കടം കേൾക്കലും അത് പരിഹരിക്കലും അല്ലാതെ എനിക്ക് വേറെ വല്ല ജോലിയുണ്ടോ? ഇനി അതൊക്കെ നീ അങ്ങ് ഏറ്റെടുത്തോ. എന്റെ അടുത്ത് സങ്കടം പറഞ്ഞോണ്ടെങ്കിൽ വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. സാരം കൊണ്ടോ? ഉണ്ട്. ഒന്ന് പോയി വിളിച്ചോണ്ട് വാ. സാറ് കേറിയിരിക്കും. കുട്ടിച്ചനൊന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ. വെറുതെ എന്തിനാ ഇവിടം വരെ? വിളിക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾക്കല്ലേ, ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഇവിടെ എന്താ പ്രശ്നം? ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നീയും മൈഥിലിയും തമ്മിൽ? അവള് പറഞ്ഞതാണോ എന്ന് സംശയിക്കണ്ട, അല്ലാതെ ഞാൻ അറിഞ്ഞതാ. സ്വന്തം അച്ഛനമ്മമാരോട് പോലും പറയാൻ പറ്റാത്തൊരു കാരണം നിനക്കുണ്ടെങ്കിൽ അതൊന്നും അറിയണമെന്ന് തോന്നി. കുട്ടിച്ച, ഈ വിഷയം നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. എന്താ, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? എന്റെ മകന്റെ സ്ഥാനത്തല്ലേ ഞാൻ നിന്നെ കാണേണ്ടത്? അപ്പോ ഈ കുടുംബം എനിക്ക് അന്യമാണോ? ഈ കുടുംബത്തിലെ വിഷയങ്ങൾ എനിക്ക് അന്യമാണോ? അല്ല, ഞങ്ങളുടെ കാര്യത്തില് കുട്ടിച്ചന് എന്തിനും പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. എങ്കിൽ പിന്നെ ഇതിന്റെ മറുപടി പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഭ്രാന്താണോ നിനക്ക്? അവളെപ്പോലെ ഒരുത്തി ഭാഗ്യം കൊണ്ട് മാത്രമല്ലേ കൂടെ ചേർക്കാൻ കിട്ടിയത്? എടാ, ഉള്ളിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടെങ്കിൽ അല്പനേരമൊക്കെ മുഖം വീർപ്പിക്കാം. ദാമ്പത്യത്തിന് അതൊരു അലങ്കാരമാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ അത് വളർന്ന് വലുതാക്കാതെ പരിഹരിച്ചോണം. നിങ്ങൾ രണ്ടുപേരും പക്വതയുള്ളവരല്ലേ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമായിരിക്കില്ലേ നിങ്ങളുടെ ഇടയിൽ? അല്ല കുട്ടിച്ച, പ്രോബ്ലംസ് കുറച്ച് സീരിയസ് ആയി. എന്ത് പ്രോബ്ലംസ്? അതെനിക്ക് പറയാൻ പറ്റില്ല. അത് നിന്റെ ധിക്കാരം. ആ ധിക്കാരം തന്നെ ജയിക്കണമെന്ന് നീ വാശി പിടിക്കരുത്. മൈഥിലി എന്താ നിന്റെ അടിമയാണോ? കാരണം പോലും പറയാതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ നീ തന്നെയാണ് ശരിയെന്ന് പറയാൻ. എടാ, കുടുംബ ജീവിതത്തിൽ മാടമ്പിത്തരം കാണിക്കരുത്. ഇത് നിന്റെ കച്ചവടം നടത്താനുള്ള ഇടമല്ല, ലാഭവും നഷ്ടവും നോക്കാനുള്ള ഇടവും അല്ല. എടാ, ഞാനൊരു കാര്യം പറയാം. പ്രശ്നം എന്തായാലും അത് പരിഹരിച്ചേ പറ്റൂ. നീ എന്താ ഒന്നും പറയാതെ ഇങ്ങനെ തലതാഴ്ത്തിയിരിക്കുന്നത്? മൈഥിലിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആ പാവപ്പെട്ട അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ടാണോ? എന്നാലേ അത് വേണ്ട. ചോദിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുട്ടിച്ച, കേട്ടിട്ട് ഒരു സമാധാനം ഇല്ലാതെ ഓടി വന്നതാ മോളെ. കുട്ടിച്ചനൊന്നും സംസാരിക്കണ്ട. ചോദ്യങ്ങൾ ചോദിക്കുന്നത് സാരംഗിന് ഇപ്പൊ ഇഷ്ടമല്ല. സാരംഗേ, ഞങ്ങൾ വയസ്സ് എന്നവരാ, ഒറ്റപ്പെട്ടവരാ. വയ്യാതെ കിടക്കുന്ന ലക്ഷ്മിക്കും
അർദ്ധപ്രാണനുമായിട്ട് നടക്കുന്ന എനിക്കും ഇടയ്ക്കൊന്ന് ജീവിക്കണമെന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത് ദേ ഇവളങ്ങോട്ട് വന്ന് കയറുമ്പോഴാ. ചെറിയ വാശികളുടെ പേരില് കുടുംബജീവിതം ഇങ്ങനെ ഇല്ലാതാക്കി കളയരുത്. ഹലോ, അടുക്കും ചിട്ടയില്ലായ്മയുടെ പേരില് ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിയിട്ടുള്ള എന്റെ കൊച്ച് കയറി നന്നായി പോയല്ലോ. ഹാ, ഇതൊക്കെ ഡെയിലി ചെയ്യുന്നതാണോ അതോ എന്നെ കാണിക്കാൻ വേണ്ടിയാണോ? അച്ഛനെ കാണിക്കാനോ? വേറെ പണിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് ഗസ്റ്റുകൾ ഉണ്ടെന്ന്. ഓ, അത് പറഞ്ഞു. ഇന്ന് ആരൊക്കെയാ ഡിന്നറിന് വരുന്നത്? എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. അത് 2 ഡോക്ടർമാരാ, ഡോക്ടർ മൈഥിലി, ഡോക്ടർ അരുൺ. പിന്നെ ഞാൻ വേറെ ആളെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒഴിവില്ല. അയാളും ഡോക്ടറാണോ? അത് ഡോക്ടറല്ല. എന്റെ കഷ്ടകാലം. എന്ത്? അല്ല, നിങ്ങൾ ഈ ഡോക്ടർമാരെല്ലാം കൂടെ ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞാല് നിങ്ങളുടെ ചർച്ച വേറെ ആയിരിക്കുമല്ലോ. അതിന്റെ ഇടയിൽ ഞാൻ ബോറടിച്ചിരിക്കും. ഡോക്ടർ അല്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായനെ. അയ്യോ അച്ഛാ, ഈ വരുന്ന ഡോക്ടർമാരെ ബോറടിപ്പിക്കുന്നവരൊന്നും അല്ല. അച്ഛൻ നോക്കിക്കോ. എനിക്ക് വിശ്വാസമൊന്നുമില്ല. അല്ല, ഞാൻ ഈ വന്ന ദിവസം തന്നെ അവരെ വിളിച്ച് പാർട്ടി കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? 1-2 ദിവസം കഴിഞ്ഞ് എന്താ കുഴപ്പം? ഈ ഡോക്ടർമാര് ഇത്ര പ്രധാനപ്പെട്ട ആൾക്കാരാണോ? എനിക്ക് പ്രധാനപ്പെട്ടവരാ, അത്രയും പറഞ്ഞാ മതി. അതെ, നമുക്കൊന്ന് പുറത്തു പോണല്ലോ. എന്തിന്? സാധനങ്ങൾ വാങ്ങണ്ടേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ? എടി മോളെ, അച്ഛനൊരു ദൂരയാത്ര കഴിഞ്ഞ് വന്നതാണ്. ഇത് കഴിഞ്ഞ് പാചകത്തിനൂടി കയറണമെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ. നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വരുത്താം. അയ്യേ, അവരൊക്കെ ആദ്യമായിട്ട് വരുമ്പോ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനോ? എനിക്കൊന്നും പറ്റില്ല, ഇവിടെ തന്നെ ഉണ്ടാക്കണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആരെങ്കിലും സഹായത്തിന് വിളിച്ചാലോ? എനിക്ക് സഹായത്തിന് വിളിച്ചാൽ കിട്ടുന്ന ആളെയാ ഞാനിപ്പോ വിളിച്ചത്, അച്ഛനെ. അച്ഛനൊന്ന് സഹായത്തിന് കൂടെ നിന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. വരുന്നത് നമ്മുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ? മിത്രങ്ങള്. അല്ല, നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ മിത്രങ്ങൾ അധികം വൈകാതെ ശത്രുക്കളാകും. അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ അച്ഛ, അതൊക്കെ പണ്ട്. ഒരു കാര്യം ചെയ്യും, ഒരു പരീക്ഷണം എന്ന നിലയില് അച്ഛനിപ്പോ ഞാൻ 1-2 ഡിഷ് ഉണ്ടാക്കി തരാം. എന്നിട്ട് അത് അച്ഛൻ കഴിച്ച അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് ഡിന്നറിന്റെ കാര്യം പ്ലാൻ ചെയ്താൽ മതി. വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ കുറച്ച് ഡോക്ടർമാരുണ്ടെന്ന് കരുതി അച്ഛൻ ഇപ്പൊ തന്നെ കിടത്തണോടി? ആ, എന്തായാലും നമുക്കിറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അടുക്കളയിൽ കയറാനാണ് എന്റെ രാജയോഗമെങ്കിൽ അതങ്ങനെ തന്നെ ആകട്ടെ. ആ, അങ്ങനെ പറ. സത്യത്തിൽ എന്റെ ഉദ്ദേശം അച്ഛന്റെ ഈ സ്പെഷ്യലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവരുടെ മുമ്പിൽ എടുത്ത് വിളമ്പാനാ. ഭയങ്കരയാണ് നീ. സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്ന് സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആരുടെ മോളാ? രംഗനാഥന്റെ മോളല്ലേ? കുറയാൻ പാടുണ്ടോ? ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കണം. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രം നടന്നാ മതി. ഐ എം എക്സ്ട്രീംലി സോറി. അച്ഛനൊന്ന് റെഡിയാവ്, ഞാൻ കാറിന്റെ കീ എടുത്തിട്ട് വരാം. ഓക്കെ? ചായ ചൂടാറി. കുട്ടിച്ചൻ കുടിക്കുന്നില്ലേ? കുട്ടിച്ചനോട് ഇതാരാ പറഞ്ഞേ? കനം തൂങ്ങിയ മുഖമായിട്ട് ഇവിടുത്തെ കുട്ടികൾ നടന്നു പോകുന്നത് കണ്ടു തന്നെ വെച്ചോളൂ. എന്റെ കുട്ടികളല്ലേ, ചോദിച്ചു പോയില്ലേ? എന്നാലും എന്താ മോളെ ഇത്? എന്തിനാ തുടങ്ങിയത്? ഒന്നും അറിയില്ല കുട്ടിച്ച. എല്ലാരും കളിച്ചും ചിരിച്ചും സന്തോഷിച്ചിരിക്കുന്നതിനിടയില് പെട്ടെന്ന് സാരംഗ അങ്ങനെ പറയുമായിരുന്നു. അച്ഛനറിഞ്ഞാ താങ്ങില്ല. പറയണ്ട. നിന്റെ മുഖം ഓർക്കുമ്പോ നിന്റെ ആ ചിരിയാണ് ആദ്യം മനസ്സിൽ തെളിയ. ഇപ്പൊ അതിനു പോലും ആവണില്ല അല്ലേ? കല്യാണത്തിന് മുമ്പ് ഞാൻ പരമദരിദ്രയായിരുന്നു കുട്ടിച്ച. കല്യാണം കഴിഞ്ഞപ്പോ പലരും സാരംഗിന്റെ സമ്പത്തിന്റെ കണക്ക് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. സത്യത്തിൽ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഓരോ ചോദ്യത്തിനും ഞാനൊരു മറുപടി പറയാറുണ്ടായിരുന്നു. ഞാൻ അതിസമ്പന്നയാന്ന്. അത് പക്ഷെ സാരംഗിന്റെ പണമല്ല, സാരംഗിന്റെ സ്നേഹമാണ്.
എൻ്റെ മക്കളും ഈ കുടുംബമാണ്. ആകാശത്തിലെ വെളിച്ചങ്ങളൊക്കെ ഒന്നിച്ച് കെട്ടുപോകുന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയായി കുട്ടിച്ച. വല്ലാത്തൊരു ഇരുട്ട്. മോളെ, കുട്ടിച്ചനൊരു പ്രതാപകാലം ഉണ്ടായിരുന്നു. കുട്ടിച്ചന്റെ ശബ്ദം എല്ലാവരുടെയും മുകളിൽ നിൽക്കുന്ന ഒരു കാലം. അന്നെങ്ങാനും ആയിരുന്നു നിന്റെ കണ്ണീരെങ്കിൽ 10 നിമിഷത്തിനുള്ളിൽ പരിഹാരം കണ്ടേനെ കുട്ടിച്ചൻ. പക്ഷെ ഇപ്പൊ ശബ്ദം ഉയർത്തിയാൽ പോലും ഇടറിപ്പോവും. ഒരുപാട് വലിയ കാര്യം ചെയ്യാന്നൊന്നും കുട്ടിച്ചൻ പറയുന്നില്ല. നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ ഗംഗാധരൻ കരയുന്നത് പോലെ കരയാൻ ഒരാള് കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ബാക്കിയൊക്കെ ഈശ്വരൻ തീരുമാനിക്കട്ടെ. പോട്ടെ മോളെ. എങ്ങോട്ടാ കുട്ടിച്ച? ഞാൻ മൈഥിലിയുടെ വീട് വരെ ഒന്നും പോയതാ. കേറ്, ഞാൻ കൊണ്ടുവന്ന് വിടാം. ഹേയ്, അതിന്റെ കാര്യമൊന്നുമില്ലടോ. അല്ല രഞ്ജിത്തെ, ഈ മൈഥിലിയുടെയും സാരംഗിന്റെ ഇടയിൽ എന്താ പ്രശ്നം? എനിക്കൊരു ഐഡിയ ഇല്ല കുട്ടിച്ച. അവരുടെ കുടുംബജീവിതത്തിൽ ഒരു താളപ്പിഴ ഉണ്ടാവുക എന്ന് പറയുന്നത് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. താൻ സാരംഗിനോട് സംസാരിച്ചോ? നിങ്ങളാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ കൂട്ട്. അയാളൊന്നും വിട്ടു പറയില്ല. രഞ്ജിത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? എനിക്കോ? എടോ, ഈ അടുത്ത കൂട്ടുകാരാവുമ്പോ മറ്റാരോടും പറയാത്ത ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുള്ളൂ. അതിനിടയിൽ എവിടെയെങ്കിലും ഒരു കാരണത്തിന്റെ സൂചന? ഇല്ല കുട്ടിച്ച. രഞ്ജിത്തെ, ഞാൻ പറയുന്നത് കേൾക്കുമ്പോ തനിക്ക് വിഷമമാവും. എന്നെ സംബന്ധിച്ചിടത്തോളം മൈഥിലി മോൾക്ക് അപ്പുറം ഒന്നുമില്ല. എന്റെ രോഗിയായ ഭാര്യ അവളുടെ കാരുണ്യം കൊണ്ട് മാത്രമായി ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞ അവളെ വേദനിപ്പിക്കുന്ന ഒരാളോടും എനിക്ക് പൊറുക്കാൻ പറ്റില്ല എന്നർത്ഥം. തനിക്കറിയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരാളെ പോലും ഈ വിഷയത്തിൽ സംശയിക്കാനും ഇല്ല. മൈഥിലിയുടെ കുടുംബത്തിന് വിലങ്ങുതടിയാവുന്നത് ഇനി തന്റെ കുടുംബമാണോ? കുട്ടിച്ച, ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം തനിക്ക് മനസ്സിലായല്ലോ. ചെറുപ്പകാലത്ത് പ്രണയിക്കാത്തവര് ചുരുക്കം. പക്ഷേ മുതിർന്ന് സ്വന്തം ജീവിതത്തിലേക്ക് കടക്കുമ്പോ അതൊക്കെ ഓർമ്മയുടെ ഓരത്തേക്ക് അങ്ങ് മാറിപ്പോവും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് വീണ്ടും തലപൊക്കും. ചിലപ്പോ അടുത്തിടപഴകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ജോലിക്ക് എത്തുമ്പോ. കുട്ടിച്ചൻ അനാമികയുടെ കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? മറ്റാരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ മൈഥിലിയിലേക്ക് ചുരുങ്ങി നിന്ന് ചിന്തിച്ചപ്പോ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ. ഏയ് ഇല്ല കുട്ടിച്ച, അനാമികയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരിയായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അനാമികയോടൊന്നും പറയണം. ഈ പൊതുസ്ഥലത്ത് വെച്ച് സാരംഗിനെ കാണുന്നതും അധിക നേരം നിന്ന് സംസാരിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ. ആളുകൾക്ക് പറഞ്ഞു കിടക്കാൻ അത് മതി. അതിന് അങ്ങനെ അവര് തമ്മില്. ഞാൻ ഇന്നലെ അവരെ കണ്ടിരുന്നു. അത് ദോഷമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും ചില ദോഷങ്ങൾ കണ്ട കുറ്റം പറയാനും പറ്റില്ല. എന്തിനാണോ ആളുകളുടെ ചർച്ചാ വിഷയമാവുന്നത്? ഞാൻ നടക്കട്ടെ. പിന്നെ അല്പം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. രഞ്ജിത്ത് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. താൻ പക്വതയുള്ളവനല്ലേ? ശരിയെന്നാ.